അപ്രതീക്ഷിത തോൽവിക്ക് പിന്നാലെ തമിഴ്നാട് മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ രാജിവെച്ചു. ഭരണത്തിലുള്ളപ്പോൾ ജനങ്ങൾക്കായി വികസന പദ്ധതികൾ ആവിഷ്കരിച്ചെന്നും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്കായി പോരാടുമെന്നും എം.കെ. സ്റ്റാലിൻ എക്സിൽ കുറിച്ചു. മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി. മനേഷ്, ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും സ്റ്റാലിൻ ഒരു തുടർ ഭരണം ഉണ്ടാകുമെന്ന് പ്രവചിച്ചിരുന്നു. പക്ഷേ അതൊന്നുമല്ല യഥാർത്ഥ ജനവിധി എന്നത് നമ്മൾ ഇന്നലെ കണ്ടു. എം.കെ. സ്റ്റാലിനും പരാജയപ്പെട്ടിരുന്നു. എന്താണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്? അനുജ, അമൃത, ഇന്നലെയാണ് കൊളത്തൂരിൽ ഒരു വലിയ പരാജയം. അത് ഡി എം കെയും സഖ്യകക്ഷികളും ഒക്കെ ഞെട്ടിച്ചൊരു പരാജയം തന്നെയായിരുന്നു മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന് ഉണ്ടായത്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പരാജയം. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് 2.0 ദ്രാവിഡ മോഡൽ 2.0 എത്തും എന്ന് ഉറച്ച പ്രതീക്ഷയിൽ ഇന്നലെ രാവിലെ പോലും ഡി എം കെ നേതാക്കളുമായി സംസാരിക്കുമ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നത് 170 സീറ്റുകൾക്ക് മുകളിൽ നേടിക്കൊണ്ട് ഡി എം കെ സഖ്യം അധികാരത്തിലെത്തുമെന്ന് തന്നെയായിരുന്നു. ആ പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ടി.വി.കെയുടെ ഒരു തമിഴക വെട്രിക്കഴകത്തിന്റെ ഒരു തേരോട്ടം തമിഴ്നാട്ടിലുണ്ടായത്. ആ ഒരു തേരോട്ടത്തിൽ പ്രമുഖരായിട്ടുള്ള പലരും, മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള പലർക്കും അടിപതറി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചെന്നൈ എന്ന് പറയുന്നത് ചെന്നൈയിലെ 16 മണ്ഡലങ്ങൾ എപ്പോഴും ഡി എം കെയുടെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സോണായിരുന്നു. അതായത് അണ്ണാ ഡി എം കെ ഒരു സ്വീപ്പ് നടത്തുന്ന സമയങ്ങളിൽ പോലും ഡി എം കെക്ക് സുരക്ഷിത താവളമായിരുന്നു ചെന്നൈയിലെ ഈ 16 മണ്ഡലങ്ങളും. പക്ഷേ ഇത്തവണ ടി.വി.കെയുടെ ഒരു ആധിപത്യം ഇവിടെ ഈ മേഖലകളിലെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു. 14 മണ്ഡലങ്ങളിലാണ് ഇവിടെ ഡി എം കെ പരാജയപ്പെട്ടത്. 2 മണ്ഡലങ്ങളിൽ മാത്രം. അതൊന്ന് ഉദയനിധി, ഉപമുഖ്യമന്ത്രി ഉദയനിധിയും മന്ത്രി ശേഖർ ബാബുവും മത്സരിച്ച 2 മണ്ഡലങ്ങളിൽ മാത്രമാണ് ഡി എം കെക്ക് നേട്ടമുണ്ടാക്കാനായത് ചെന്നൈയിൽ. അങ്ങനെ തകർന്നടിഞ്ഞ ഒരു നിലയിൽ തന്നെയാണ് നിലവിൽ ഡി എം കെ ഉള്ളത്. അത് വലിയ തോതിൽ അപ്രതീക്ഷിതമായ ഒരു പരാജയത്തിന്റെ ഒരു ഞെട്ടൽ എന്തായാലും ഡി എം കെയിൽ ഉണ്ട് താനും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിൻ ഇന്നിപ്പോൾ രാജി സമർപ്പിച്ചിരിക്കുന്നത്. ഒരു വികാരപരമായ പോസ്റ്റാണ് അദ്ദേഹം എക്സിൽ ഇട്ടിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് പരാജയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് പലരും വിളിക്കുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അവരെയൊക്കെ നെഞ്ചോട് ചേർക്കുന്നു. അങ്ങനെ ജനങ്ങളെ നെഞ്ചോട് ചേർത്തുകൊണ്ടാണ് ഡി എം കെ ഇതുവരെ എത്തിയത്. പരാജയങ്ങൾ എപ്പോഴും നേരിട്ടിട്ടുണ്ട്, വിജയങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ പ്രശ്നങ്ങളല്ല. ഭരണപക്ഷത്തിരിക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി നല്ല പദ്ധതികൾ, നല്ല വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടും എന്നാണ് എന്തായാലും എം.കെ. സ്റ്റാലിൻ എക്സ്പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അനുജ, അമൃത. അതാണ് ജനങ്ങൾക്ക് വേണ്ടി പോരാടുമെന്ന് വികാരനിർഭരമായ ഒരു കുറിപ്പിലാണ് എം.കെ. സ്റ്റാലിൻ കുറിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.